ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കൊല്ലം കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയ പ്രധാനാധ്യാപികയെ പുറത്താക്കിയതിൽ വിദ്യാഭ്യാസ വകുപ്പിന് വിശദീകരണം നൽകി സ്കൂൾ മാനേജർ സുരേഷ്. തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് സുരേഷ് ആവശ്യപ്പെട്ടു. പ്രധാനാധ്യാപികയെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിൽ ചില കാര്യങ്ങൾ ധരിപ്പിക്കാനുണ്ട് എന്നും നിലവിലെ പോലീസ് നടപടി ഏകപക്ഷീയമാണ് എന്നുമാണ് സുരേഷ് നൽകിയ വിശദീകരണം. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, മാനേജരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഈ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് തടഞ്ഞത് എന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നടപടി വന്നത് സെക്യൂരിറ്റിക്കെതിരെ മാത്രമാണ്. മാനേജർ പ്രതിയായിട്ടുണ്ട്. എന്താണ് മാനേജർ വിശദീകരിക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം ഇപ്പോഴേത് ഘട്ടത്തിൽ? ജയശങ്കർ. അതായത് TK, കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ മാനേജർ സുരേഷ് കുമാർ വിദ്യാഭ്യാസ വകുപ്പിന് വിശദീകരണം നൽകിയത്. ഇതിലാണ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നൊരു ആവശ്യം ഈ മാനേജർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ അധ്യാപികയെക്കുറിച്ച്, പ്രധാന അധ്യാപിക സിന്ധു S. നായരെക്കുറിച്ച് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് എഴുതി നൽകുക എന്നതിനപ്പുറത്തേക്ക് തന്റെ ഭാഗം കൂടി വിശദമായി കേട്ടതിന് ശേഷം വേണം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് മാനേജറുടെ നിലവിലെ ആവശ്യം. ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ച ശേഷമായിരിക്കും ഇനി ഒരു തുടർ നടപടി എടുക്കുക. ഒപ്പം തന്നെ ഈ കൊട്ടാരക്കര പോലീസ് ഈ സംഭവമായി എടുത്ത കേസ് അത് ഏകപക്ഷീയമാണെന്ന് ഈ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ വിശദീകരണത്തിൽ മാനേജർ പറയുന്നു. ഒരു തരത്തിലുള്ള പരിശോധനയും നടത്താതെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ തനിക്കെതിരെ ഒരു കേസ് ഈ കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. ഒപ്പം തന്നെ തന്റെ അറിവോടെയല്ല ഈ സെക്യൂരിറ്റി ശശാങ്കൻ ഈ പ്രധാന അധ്യാപികയെ ഗേറ്റിന് മുന്നിൽ തടഞ്ഞതെന്ന വാദവും വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ വിശദീകരണത്തിൽ മാനേജർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ വിശദീകരണം പരിശോധിച്ചുകൊണ്ട് ഇനി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് വിഷയത്തിൽ മാനേജർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ സർക്കാരിന് ശുപാർശ നൽകുക. കഴിഞ്ഞ ദിവസമാണ് ഈ വിശദീകരണം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നൽകിയത്. ഇത് പരിശോധിച്ച വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കും. തന്റെ അറിവോടെ എല്ലാ സെക്യൂരിറ്റി അധ്യാപികയെ തടഞ്ഞത് എന്ന വാദമാണ് മാനേജർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. AV ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.